എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പെസഹ വ്യാഴ്ചയാണ്. അപ്പോൾ രാവിലെ തന്നെ അരി ഉഴുന്നൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. കാരണം നമ്മൾക്ക് ഉച്ചയാകുമ്പോൾ തന്നെ അപ്പം ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ അതൊന്ന് കുതിർന്ന് വരണമല്ലോ. അപ്പോൾ ആദ്യം അത് വെള്ളത്തിലേക്ക് ഇടാനായിട്ട് എടുത്ത്, പിന്നെ ഞാനിന്ന് പുട്ട് മാത്രം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിച്ചില്ല, കാരണം പഴം കൂട്ടിയിട്ട് കഴിച്ചത്, വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് 1/4 ഗ്ലാസ് ഉഴുന്നെന്നുള്ള ഒരു കണക്കിന് 2 കപ്പ് അരിക്ക് 1/2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. 1/2 കപ്പിൽ താഴെയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അതിനെ കുതിർത്തവിടെ ഇട്ട് നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ കൊണ്ടുവന്ന് മൂടിയോടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പപ്പയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ തന്നെ പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. കാരണം 10:30 നമ്മൾക്ക് ബസിലിക്ക ചർച്ചിൽ ക്രിസ്മസ് ഉണ്ട്. അപ്പോൾ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മുടെ സൈത്ത് വെഞ്ചിരിക്കുന്ന ആ ഒരു മാസ്, പിന്നെ അച്ഛന്മാരുടെ ആ ഒരു റിനോവേഷൻ്റെ, അവരുടെ പറഞ്ഞു വെപ്പിൻ്റെ റിനോവേഷൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ദിവസമാണ് വ്യാഴാഴ്ച രാവിലെ. വ്യാഴാഴ്ച വൈകുന്നേരമാണ് നമുക്ക് കാലുകളിൽ ശുശ്രൂഷ പള്ളിയിലുള്ളത്. അപ്പോൾ പപ്പ കോമഡിയൊക്കെ പറഞ്ഞിട്ട് പോകണതാണ്. കാരണം മുടിയും മീശയൊക്കെ കറുപ്പിച്ച് വെച്ചേക്കണോണ്ട് അതൊക്കെ നോക്കി. അപ്പം ഞാൻ അവിടെ നിന്നിട്ട് കുറച്ച് തമാശയൊക്കെ കളിയാക്കൽ രൂപത്തിലൊക്കെ പറഞ്ഞപ്പോൾ ആൾ നല്ലതായിട്ട് തന്നെ അത് എൻജോയ് ചെയ്തിട്ട് പോകുന്നതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എന്നെ കാണിക്കാൻ വേണ്ടി ഷർട്ടിൻ്റെ കൈയൊക്കെ പതി ഇങ്ങനെ കയറ്റി വെക്കണ പോലെയൊക്കെ, അത് വേറെ ആളുകൾ അങ്ങനെയൊക്കെ കാണിക്കും. പപ്പ അങ്ങനെ കാണിക്കാറില്ല, വേറെ ആളുകൾ അങ്ങനെ കാണിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ആ കൈയൊക്കെ കയറ്റി വെച്ച് എന്നെ കാണിച്ചത്. അപ്പോൾ അങ്ങനെ ആൾ രാവിലെ തന്നെ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതായത് രൂപതയിലുള്ള എല്ലാ അച്ഛന്മാരും സന്യസ്തരും കന്യാസ്ത്രീകളൊക്കെ ഇല്ല, എല്ലാവരും പങ്കെടുക്കേണ്ട ഒരു മാസമാണ് ഈ ക്രിസ്മസ്. അത് ഈ പെസഹ വ്യാഴാഴ്ച രാവിലെയാണ് നടത്തുന്നത്. പണ്ടെല്ലാം ഞാൻ പെസഹ വ്യാഴാഴ്ച വൈകുന്നേരം പള്ളിയിൽ പോകാറുണ്ടായിരുന്നില്ല. ഈ നമ്മുടെ മക്കളൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഈ ക്രിസ്മസിന് ഞാൻ പോയി അതോടുകൂടി പള്ളിപ്പോക്ക് മതിയാക്കി ചെയ്യണത്. കാരണം വൈകുന്നേരം ഭയങ്കര ഇടിവെട്ടും മഴയൊക്കെയാണ് മിക്കവാറും. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. റയനൊക്കെ ചെറുതായിരുന്ന സമയത്തൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം പപ്പയൊന്നും ഇല്ലല്ലോ കൂടെ, അപ്പം നമ്മൾ ഒറ്റയ്ക്കാകെ ബുദ്ധിമുട്ടിപ്പോവും. അങ്ങനെ ഞാൻ ഈ ക്രിസ്മസിനാണ് പോയിക്കൊണ്ടിരുന്നത് വെച്ചത്. ഇപ്പോൾ പിന്നെ നമ്മൾക്ക് കുഴപ്പമില്ല, വൈകുന്നേരത്തെ മാസിന് നമ്മൾ പോകും, കാലുകൾ ശുശ്രൂഷയൊക്കെ കാണും, എല്ലാം കഴിഞ്ഞിട്ടൊക്കെയാണ് പോരുള്ളത്. അപ്പോൾ ഇന്ന് ഏതായാലും രാവിലെ തുണി വിരിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഒന്ന് ക്ലീനിങ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ കുറേ ഇങ്ങനെ കൂട്ടി അതും ഇതൊക്കെ ഇങ്ങനെ എല്ലാ സ്ഥലത്തുമായിട്ട് കിടന്നു വെച്ചതൊക്കെ ഒന്ന് വേണ്ടാത്തതൊക്കെ കളയാൻ വേണ്ടിയിട്ടൊക്കെ കെട്ടി മാറ്റി അടുക്കി പെറുക്കി ഒന്ന് സൈഡിലേക്കൊക്കെ മാറ്റി. ഇനിയിപ്പോൾ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് കളയാനൊക്കെ ഉണ്ട്. അത് സാവധാനം കുറച്ചായിട്ട് കളയാം. എല്ലാം കൂടി നമ്മുടെ ഗാർബേജുകാരന് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ കുറച്ചായിട്ട് പല ദിവസങ്ങളിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ആഴ്ചയിൽ 2 ദിവസമാണ്. ഒരു ദിവസം പ്ലാസ്റ്റിക്, ഒരു ദിവസം തുണിയൊക്കെ എടുക്കും. അപ്പോൾ നമ്മളുടെ പഴയ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കാനുള്ള ദിവസങ്ങൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ഓരോ ദിവസങ്ങളിലാണ് നമ്മൾ കൊടുക്കുന്നത്. ആഴ്ചയിൽ 4 ദിവസം നമ്മളുടെ ഫുഡ് വേസ്റ്റ് അങ്ങനെയൊക്കെ, പിന്നെ ഒരു ദിവസം പ്ലാസ്റ്റിക്, ഒരു ദിവസം തുണികൾ, അങ്ങനെ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി ചായച്ചൊക്കെ വൃത്തിയാക്കി അടിച്ച് എല്ലാം മാറ്റി. ഇനിയിപ്പോൾ വെള്ളിയാഴ്ച നമുക്ക് അങ്ങനെ ക്ലീനിങ് ഒന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല. കുറച്ച് റെസ്റ്റുള്ള ദിവസങ്ങളാണ് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇന്ന് പണികളൊക്കെ ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറികളായിട്ട് ഒരു ഇത്തിരി മോരുചാറ് വെക്കണം. അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഞാൻ അരക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചക്കായ ഇരിക്കുന്നുണ്ട്, അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതൊന്ന് അലത്തിയെടുക്കണം. പച്ചക്കായ ഉലത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സവാള ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ തേങ്ങയൊക്കെ അരക്കാനായിട്ട് എടുത്തത്. ആ തേങ്ങയെല്ലാം ചിരണ്ടി വെച്ചേക്കണോണ്ട് തന്നെ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഇന്നത്തെ കാര്യത്തിനുള്ള തേങ്ങയെല്ലാം ചിരണ്ടി നേരത്തെ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചക്കായുടെ അകത്തേക്ക് ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ഇത് പച്ചക്കായ ഉലത്തിയെടുക്കുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ ചാറിന് വേണ്ട ആ ഒരു തേങ്ങാക്കൊട്ടും കൂടി ഇത്തിരി മിക്സിയുടെ ജാറൊക്കെ കഴുകി വെള്ളം ഒഴിച്ച് അതൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഇനിയിപ്പോൾ അതിനകത്തേക്ക് തൈര് ഒഴിച്ചൊന്ന് വറുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പണിയും കഴിഞ്ഞ്. അപ്പോൾ പപ്പയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാങ്ങ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മാങ്ങ ഇങ്ങനെ പഴുപ്പിക്കാൻ വെച്ചാൽ പഴുക്കും. ഇപ്പോൾ മൂത്ത മാങ്ങയാണ്. അപ്പോൾ അതിനകത്തുനിന്ന് 1-2 മാങ്ങ എടുത്തിട്ട് ഒരു മാങ്ങ കടുക് പൊട്ടിച്ച് താളിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഈ മാങ്ങ അച്ചാർ അതൊന്നും പപ്പ കഴിക്കൂല കേട്ടോ.
ഈ വിനാഗിരിയൊക്കെ ഇട്ടാണ് നമ്മൾ അച്ചാർ വെക്കണം. അതൊന്നും പപ്പയ്ക്ക് ഇഷ്ടമല്ല. വിനാഗിരിയൊക്കെ ഇങ്ങനെ കുറേ ഇട്ടിട്ടുള്ള എണ്ണയൊക്കെ ഒരുപാടുള്ള അച്ചാറൊന്നും പപ്പ കഴിക്കൊന്നുമില്ല. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യണം. മാങ്ങ ഒന്ന് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ആ ഒരു പണിയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ കറികളുടെ കാര്യം കഴിഞ്ഞ്. ഇത് തന്നെ ഇരിക്കുള്ളൂ. പിറ്റേ ദിവസവും വെള്ളിയാഴ്ചയൊക്കെ ഇതിൻ്റെ ബാക്കിയൊക്കെ ഇരിക്കുള്ളൂ കഴിക്കുക. അപ്പോൾ വ്യാഴാഴ്ച വെള്ളിയാഴ്ചയൊന്നും നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും വെക്കാറില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ പരിപാടികൾ കഴിഞ്ഞ് പിന്നെ എനിക്ക് അപ്പവും പാലും ഉണ്ടാക്കേണ്ട കാര്യമാണ് ഉടനെ തന്നെ ചെയ്യാനുള്ളത്. പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറയണമെന്ന് വിചാരിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ +2 കുട്ടികളിപ്പോൾ എക്സാമെല്ലാം കഴിഞ്ഞിട്ട് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ടൈമാണ്. പിന്നെ അവരുടെ ഹയർ സ്റ്റഡീസ്, അവർ ഏത് മേഖലകളിലേക്കാണ് അവർക്ക് പോകാൻ താല്പര്യം ഉള്ളത് എന്നൊക്കെ ഉള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ട ഒരു സമയം തന്നെയാണ്. അപ്പോൾ ഈ തീരുമാനം എടുക്കുമ്പോഴത്തേക്കും ഈ പെട്ടെന്നുള്ളൊരു അട്രാക്ഷൻ തോന്നുന്ന പല കോഴ്സുകളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല വശങ്ങൾ മാത്രമേ എനിക്കുള്ളൂ കാണുക. അതിൻ്റെ എന്തിനൊരു സ്ട്രഗ്ലിങ് ഉണ്ടല്ലോ, എന്ത് കാര്യത്തിൻ്റെ പുറകിലുണ്ട് സ്ട്രഗ്ലിങ് ചിലപ്പോൾ കാണാതെ ഇരിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ഫ്രൂട്ട് കണ്ടിട്ടായിരിക്കുള്ളൂ മിക്കവാറും ചിലവർ ഓരോ കോഴ്സിനെ ചെല്ലുക. പക്ഷേ സ്ട്രഗ്ലിങ് തുടങ്ങുന്ന സമയത്ത് അത് ഡ്രോപ്പ് ചെയ്തിട്ട് വേറെ കോഴ്സ്. എല്ലാ സ്ഥലത്തും സ്ട്രഗ്ലിങ് ഉണ്ടെന്നുള്ളത് മാതാപിതാക്കളും മക്കളുടെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കുക. ഒരു സ്ഥലത്തും സ്ട്രഗ്ലിങ് ഇല്ലാതെ ഒരു കാര്യവും നേടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഈ സ്ട്രഗ്ലിങ് വരുമ്പോൾ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ലല്ലോ, ആരും സ്ട്രഗ്ലിംഗ് ഒന്നും കാണിക്കില്ല. ഇപ്പോൾ നമ്മളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ചാനലുകളൊക്കെ ഉണ്ട്. ഓരോരോ ഇപ്പോൾ ഷിപ്പിൽ പോകുന്ന കുട്ടികൾ തന്നെയാണെന്നുണ്ടെങ്കിൽ കേഡറ്റ് വരെ ചാനൽ തുടങ്ങിയിട്ട് അതിനകത്തുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ അവൻ യൂണിഫോം ഇട്ടിട്ടാണ് കാണിക്കുക. ആ യൂണിഫോം ഇട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. ആ യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നാട് മുഴുവൻ കാണാം, കറങ്ങി നടക്കാം എന്നൊക്കെയുള്ള. പക്ഷേ ഈ യൂണിഫോം ഊരി വെച്ചിട്ട് പണിയെടുക്കുന്ന സമയമാണ് ഭൂരിഭാഗം സമയങ്ങൾ. ആ സമയത്ത് ഒരു വീഡിയോ പോലും അവരിടയുമില്ല. അപ്പോൾ വിചാരിക്കുന്നത് യൂണിഫോമൊക്കെ ഇട്ട് ഇങ്ങനെ നടന്നാൽ മതിയെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ആ ഒരു ഫീൽഡിലേക്ക് അങ്ങോട്ട് എനിക്കത് മതി എന്നൊക്കെ പറയും. പക്ഷേ അതിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു കയ്പ് നിറഞ്ഞ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിയുമ്പോൾ അയ്യോ എനിക്കിത് പറ്റില്ല എന്നുകൊണ്ട് ഡ്രോപ്പ് ചെയ്യും. പാവണ്ടിപ്പടയിൽ ഹരിശ്രേഷോ പറഞ്ഞ പോലെ നാട് വിട്ട് പോകാൻ ഈ ഭൂപടത്തിൽ എനിക്കൊരു നാടില്ലാതെ ആകുമല്ല എന്ന് പറഞ്ഞ അവസ്ഥ കുട്ടികൾക്ക് ഇനി വേറെ അതായത് കേരളത്തിലൊക്കെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ജോലിക്ക് വേറൊരു സാധ്യതകൾ ഇല്ലാതെയാവും. അപ്പോൾ കയറുന്നത് എപ്പോഴും എല്ലാ കാര്യങ്ങളും അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ട് മാത്രം അതിനകത്തേക്ക് ജോയിൻ ചെയ്യുക. അല്ലാതെ അയ്യോ പറ്റൂല എന്ന് പറഞ്ഞ് ഡ്രോപ്പ് ചെയ്യും. വീട്ടുകാരാണെന്നുണ്ടെങ്കിലും പറയും അയ്യോ കൊച്ചു ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നതാണ്, അത് കുഴപ്പമില്ല, പൈസ പോയാലും കുഴപ്പമില്ല, നീ അതിനകത്തുനിന്ന് പോരും. ഒരിക്കലും അങ്ങനെ പറയുകയും ചെയ്യരുത്. അവരെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. കാരണം ജീവിതം എന്ന് പറയുന്നത് സ്ട്രഗ്ലിങ് തന്നെയാണ്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ സ്ട്രഗിൾ ചെയ്യട്ടെ. ഇവിടെ റയനും റിച്ചാർഡും റോജറും 3 ആൾ എന്തുമാരെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്നറിയാമോ? അതൊക്കെ വീട്ടുകാർ മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കാണുമ്പോൾ എല്ലാം സന്തോഷമാണ്, സമാധാനമാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഓരോ വിഷമതകൾ വീട്ടുകാരും അതിൻ്റെ ഭാഗമാകണേണ്. എന്നാലും മാത്രമേ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ. പണ്ടുള്ള ആളുകൾ പറയില്ലേ കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റൂലെന്ന്. അത് തന്നെയാണ് എന്തിൻ്റെ കാര്യത്തിനും. എന്ത് കാര്യത്തിൻ്റെ അകത്തും നല്ല രീതിയിൽ സ്ട്രഗ്ലിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. സ്ട്രഗ്ലിങ് അതിന് തയ്യാറായി കുട്ടികളാക്കിയെടുക്കണം. അതാണ് നമ്മളുടെ മിടുക്ക്. നല്ലതുപോലെ കഷ്ടപ്പെടാൻ റെഡിയാകുക, എന്നാലേ നമ്മൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവുള്ളൂ എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ സപ്പോർട്ട് ചെയ്യരുത്. അയ്യോ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് പോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിട്ടിട്ട് പോരും. അതുപോലെ അവർ എവിടെ ചെന്നാലും ഇട്ടിട്ട് പോരും. എന്ത് കാര്യങ്ങളും ചെയ്ത് അതിനെ പൂർത്തിയാക്കാനായിട്ടുള്ളൊരു ശീലം ചെറുപ്പത്തിലെ തന്നെ സ്ട്രോങ് ആയിട്ട് നമ്മൾ നിൽക്കുക കുട്ടികളുടെ ഒപ്പം. ഇതിപ്പോൾ എനിക്ക് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇപ്പോൾ റോജർ ആയാലും റിച്ചാർഡ് ആയാലും റയന് മാത്രം എനിക്ക് റയൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. റിച്ചാർഡിൻ്റെ അടുത്ത് റോജറിൻ്റെ അടുത്തൊന്നും എനിക്ക് ഈ അനുഭവം ഉണ്ടായിട്ടില്ല. അവർ ഡ്രോപ്പ് ചെയ്ത് പോവും, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അവരെ പറഞ്ഞ് മനസ്സിലാക്കി വെൽക്കം ചെയ്യരുതിരിക്കലും അത് കളഞ്ഞിട്ട് പോന്നോ എന്നൊരിക്കലും പറയരുത്. അതിനെ നമ്മൾ നല്ല രീതിയിൽ തന്നെ വഴക്ക് പറഞ്ഞ ഏത് രീതിയിലായാലും അവിടെ നിർത്തി അവനെ കൊണ്ടത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു മനസ്സ് കാണിക്കുക. അവരെ സ്നേഹിച്ച് കുഴപ്പമില്ല പോന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി. അവർ പിന്നെ ഒന്നിനും കൊള്ളാത്തവരായി മാറും. അവരങ്ങനെ കറങ്ങി നടക്കും. എന്തിലും കൊണ്ടേ ചേർത്ത് കഴിഞ്ഞാൽ അവരതിൽ നിന്ന് ചാടി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അപ്പോൾ ഉച്ചക്കുള്ള പണികൾ കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ വൈകുന്നേരത്തെ നമ്മുടെ പെസഹാപ്പത്തിന് വേണ്ടിയിട്ടുള്ള അരി ഉഴുന്നും കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ചെറിയ ജീരകം, വെളുത്തുള്ളി,
ചെറിയ ഉള്ളി, തേങ്ങ ചേർത്ത് അങ്ങോട്ട് അരക്കണേന്. അപ്പോൾ ഇന്ന് ഞാനില്ലേ 2 ടൈപ്പ് പെസഹാപ്പമാണ് ഉണ്ടാക്കിയത്. അരി ഉഴുന്നും കൂടി നമ്മൾ കുതിർത്തത്, പിന്നെ ഉഴുന്ന് മാത്രം കുതിർത്തിട്ട് അരിപ്പൊടി ചേർത്തിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി അരച്ചത്. അതായത് അരി കുതിർക്കാതെ ഉഴുന്ന് മാത്രം കുതിർത്തിട്ട് പൊടി ചേർത്തിട്ടുള്ളത്. അങ്ങനെ 2 ടൈപ്പ് ഉണ്ടാക്കി. അപ്പോൾ 2 തരത്തിലുണ്ടാക്കിയപ്പോഴത്തേക്കും ഇവിടെ പപ്പയൊക്കെ കൂടുതലും കഴിച്ചത് അരിപ്പൊടി ചേർത്ത് ചെയ്തതില്ല. അതാണ് പപ്പക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ അപ്പവും പാലുമൊക്കെ പപ്പ ഒരുവിധം നന്നായിട്ട് കഴിക്കും. അതുകൊണ്ട് പപ്പനെ പ്രതീക്ഷിച്ചാണ് ഞാനിതൊക്കെ വെക്കണത്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് കളയേണ്ടി വരും. അങ്ങനെ കളയാൻ പാടില്ലല്ലോ, ഉണ്ടാക്കി കഴിച്ച് തീർക്കണം. അപ്പോൾ പപ്പ എന്തായാലും കഴിച്ച് തീർക്കും, പിറ്റേ ദിവസത്തേക്കൊക്കെ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു 3.5 അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പാലാണെന്നുണ്ടെങ്കിലും നല്ല തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ്, കൂടുതൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള പാലുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം അപ്പം പുഴുങ്ങാൻ വെച്ച് ഇനിയിപ്പോൾ തേങ്ങ പിഴിഞ്ഞെടുത്തിട്ട് പാല് കാച്ചണം. അപ്പോൾ നമുക്ക് ഓശാന ഞായറാഴ്ച പള്ളിയിൽ നിന്ന് വെഞ്ചരിച്ച് തരുന്ന കുരുത്തോലയുടെ പീസാണ് നമ്മളിതിൻ്റെ മീതയിൽ വെക്കണത്. ബാക്കി കുരുത്തോല അവിടെ ഇരുന്നിട്ട് ഉണങ്ങും. ഈ ഒരു കൊല്ലം അവിടെ ഇരുന്ന് ഉണങ്ങും. അപ്പോൾ മിക്കവരും ഇത് നമ്മുടെ ഓൾട്ടറിൽ തന്നെ വെക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഓൾട്ടറിൽ സ്ഥലമില്ലെന്നുണ്ടെങ്കിൽ അത് ഭദ്രമായി പൊതിഞ്ഞ് മാറ്റി വെക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് അത് 1 വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കണം. ഓശാനയുടെ തലേ ദിവസങ്ങളിൽ ഇതുപോലെയുള്ള ഓലകളെല്ലാവരും പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കും. അതാണ് കത്തിച്ചിട്ട് ഓശാനയുടെ എല്ലാം നമ്മുടെ നോമ്പ് തുടങ്ങണം. അതിൻ്റെ ബുധനാഴ്ചയുടെ തലേ ദിവസം ഇത് പള്ളിയിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കണം. എന്നിട്ട് ബുധനാഴ്ച നമ്മുടെ ആഷ് വെഡ്നെസ്ഡേ ആചരിക്കുമ്പോൾ ഇതെല്ലാവരും കൊണ്ടുവന്നത് കത്തിച്ച ചാരമാണ് എടുത്ത് നമുക്ക് പൂശി തരണത് നെറ്റിയിൽ. അങ്ങനെയാണ്. അപ്പോൾ ഇനി നമ്മുടെ തേങ്ങാപ്പാൽ പിഴിയലും പാല് ശർക്കരയല്ല നമ്മൾ കാച്ചി നേരത്തെ വെച്ചതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടില്ല. തേങ്ങയും ചിരണ്ടിയൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചതുകൊണ്ട് അതിൻ്റെയും ബുദ്ധിമുട്ടില്ല. വേഗം കാര്യങ്ങൾ നടക്കും. അപ്പോൾ പപ്പ കാണുന്നുണ്ടെങ്കിൽ ഇത് പള്ളി പോണതിന് മുമ്പ് തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. ശരിക്കും പള്ളി പോയി വന്നു കഴിഞ്ഞിട്ടാണ് ഇത് മുറിക്കുക. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം പപ്പ പള്ളിയിൽ, ഞാനും റയനും റോജറും കൂടി വൈകുന്നേരം പള്ളിയിൽ പോകും. പപ്പ രാവിലെ പോയിട്ട് പിന്നെ വൈകുന്നേരം പോകണില്ല, കാരണം റൂബി ഒറ്റക്കായി പോകില്ല. അപ്പോൾ റൂബിക്ക് കൂട്ടായിട്ട് പപ്പ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നില്ല ഇങ്ങനെ ക്രിസ്മസാണ് കണ്ടതെന്നുള്ളത്. അപ്പോൾ പപ്പ വീട്ടിൽ നിൽക്കുമ്പോൾ പിന്നെ ഞങ്ങൾ പള്ളിയിൽ പോയി വരുമ്പോൾ രാത്രിയാകും. പിന്നെ പപ്പക്കത് എടുത്തു കൊടുക്കുക. പപ്പക്ക് അതൊന്നും പറ്റില്ല, പപ്പക്ക് വേഗം കഴിക്കണം. അപ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ പപ്പ കട്ട് ചെയ്തിട്ട് പപ്പ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കട്ട് ചെയ്തൊക്കെ പപ്പ തന്നത്. ഏതായാലും പപ്പയുടെ കാര്യങ്ങൾ വൈകുന്നേരം തന്നെ പപ്പയ്ക്ക് ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അത്രയും നേരം ഒന്നും വെയിറ്റ് ചെയ്യാൻ പപ്പനെ കൊണ്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്ന് പെസഹ ദിവസത്തെ കാര്യങ്ങൾ. അപ്പോൾ കുറച്ച് അരിപ്പൊടി ഇട്ട് ആദ്യം ഒന്ന് കുറുക്കി, അതിനകത്ത് കുറുക്കിയല്ല കട്ട മാറ്റി എടുത്തിട്ട് പിന്നെ ഇടപ്പാൽ തേങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് പിന്നെ അത് കാച്ചി ശർക്കര നീരും കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ ശർക്കര നീരും കൂടി ചേർത്തതിന് ശേഷമാണ് നമ്മൾ കാച്ചണത്. അപ്പോൾ ശർക്കര നീരൊക്കെ നോക്കിയിട്ട് ആവശ്യം പോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കണതിനകത്തുനിന്ന് കുറച്ചെടുത്ത് പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കും. ഇതിൽ ഉപ്പും കൂടിയൊക്കെ ഒന്ന് ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടി ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിനകത്തേക്ക് ചുക്ക്, ചെറിയ ജീരകം, ഏലക്കായ ഇത് 3 കൂടി പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. ഇതൊക്കെ വയറിന് ഗ്യാസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചേർക്കുന്നതാണ്. അത് നേരത്തെ തന്നെ പൊടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ്. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ചുക്ക്, ഏലക്കായ, ചെറിയ ജീരകം ഇത് 3 കൂടി പൊടിച്ചിട്ട് അത് വെച്ചേക്കണോണ്ട് അതും ബുദ്ധിമുട്ടില്ല, നമുക്ക് വേഗം കൊണ്ട് എടുത്തിടാം. അപ്പോൾ അതേ ഇനിയിപ്പോൾ പാല് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും കുറുകി അത് ആ പൊടി പച്ച മാറി വെന്ത് വരണം. എന്നിട്ട് ഏറ്റവും അവസാനമാണ് നമ്മൾ 1-ാം പാൽ എടുത്ത് വെച്ചേക്കുന്നത് ഒഴിക്കാനുള്ളത്. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ തീ ഓഫ് ചെയ്യണം, പിന്നെ അതിട്ട് ചൂടാക്കൂല. അപ്പോൾ ഇതിനകത്തേക്ക് ഒരിത്തിരി ഉപ്പ് കൂടിയിട്ടൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ മധുരമുള്ളതായിട്ടല്ല, ഒരു വെള്ളം പോലത്തെ ഒരു മധുരം ഇട്ട് തോന്നും. അപ്പോൾ ആ ഉപ്പും കൂടിയൊക്കെ ചേർത്ത് കൊടുത്ത് ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് പിന്നെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മധുരം അത്ര പോരാ, വളരെ കുറവാണെന്ന് തോന്നിയപ്പോഴത്തേക്കും കുറച്ചും കൂടി ശർക്കര പാനിയൊക്കെ ഇട്ട് കൊടുത്ത്. പ്രത്യേകിച്ച് എനിക്കിതിന് കണക്കില്ല, കാരണം നമ്മൾ ചില തവണ ചെയ്യുമ്പോഴത്തേക്കും വളരെ കുറച്ച് പാലേ ഉണ്ടാക്കുള്ളൂ, കാരണം പാല് കുറേ വേസ്റ്റ് വരും. ഇന്നിപ്പോൾ പപ്പ കഴിക്കും എന്നെനിക്കറിയാം, അതുകൊണ്ട് കുറച്ച് കൂടുതൽ പാല് ഞാൻ കാച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു 2 ഗ്ലാസ്സിൽ താഴെ പാല് കാച്ചുള്ളൂ. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് കളയരുത്, ബാക്കി എല്ലാം കഴിച്ച് തീർക്കണം. അതൊരു നിറച്ച പോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കണതല്ലേ.
അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആദ്യത്തെ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങോട്ട് മാറ്റി. ഇനിയിപ്പോൾ അടുത്ത ഒരു അപ്പം കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അരിപ്പൊടി ചേർത്ത് അരച്ചതാണ് ഇനി ഉണ്ടാക്കാനുള്ളത്. പിന്നെ ഞാൻ നേരത്തെ കുട്ടികളുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, അതുപോലെ തന്നെ ഈ 10ാം ക്ലാസ്സിലെ കുട്ടികളുടെയും കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു നിർണായകമായ ഒരു സമയം തന്നെയാണ് അവർക്ക് സയൻസ് എടുക്കണോ കൊമേഴ്സ് എടുക്കണോ ഏതെടുത്ത് പഠിക്കണോ എന്നുള്ളത്. അതും വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. കാരണം ഇപ്പോൾ ചില കോഴ്സുകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ സയൻസ് വേണമെന്ന് നിർബന്ധമുള്ള കോഴ്സുകളുണ്ട്. ഇപ്പോൾ ഷിപ്പിലേക്ക് പോകാനായിട്ടുള്ള കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സയൻസ് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് പഠിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അതറിയാതെ ഇപ്പോൾ കൊമേഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് നോക്കുമ്പോൾ കൊമേഴ്സ് പറ്റില്ല എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ സങ്കടമാകും. അപ്പോൾ അതൊക്കെ എപ്പോഴും നോക്കിയിട്ട് വേണം കൊമേഴ്സും സയൻസും ഒക്കെ എടുത്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാല് ഏറെക്കുറെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിനകത്തേക്ക് 1ാം പാല് ഒഴിച്ച് ഇത്തിരി പൊടിച്ചു വെച്ചേക്കുന്ന നമ്മുടെ സ്പൈസസ് കൂടി ചേർത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർന്ന് അതും ഓഫ് ചെയ്തിടാം. അപ്പോൾ ഒരു കുറച്ചും കൂടി ഒന്ന് അത് തിക്കായിരുന്നെങ്കിൽ നല്ലതാണെന്ന് ഇപ്പോൾ തോന്നി. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ ഏതായാലും പൊടിയിട്ട് കാച്ചിയില്ല, അതും മതി. കുറച്ച് നേരം തണുത്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വരും. പിന്നെ നമുക്ക് തലപ്പാൽ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു, അങ്ങനെ ഇത്തിരി ലൂസായി. അല്ലെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വന്നാനേന്ന് എനിക്ക് തോന്നി. തലപ്പാൽ നല്ല രീതിയിലുണ്ട്, നമുക്ക് കളയാൻ പറ്റില്ല. നല്ല തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ഒഴിക്കണം. അപ്പോൾ അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്തിരി ലൂസായിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ഇത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ നേരത്തെ. അതും കൂടി ഒന്ന് ചേർത്തിട്ട് എപ്പോഴും ഇതുപോലെ നമ്മളുടെ ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള പൊടികൾ ചേർക്കണത് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ചേർത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ആ ഫ്ലേവറൊക്കെ പോകും എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലേവർ നല്ല രീതിയിൽ എന്തിപ്പോൾ പായസമാണെങ്കിലും എന്താണെങ്കിലും ഏലക്കായ ഏറ്റവും അവസാനം ഇടുന്നതാണ് നല്ലത്. അങ്ങനെ പാല് റെഡിയായി. അപ്പോൾ ഓരോന്നോരോന്ന് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളുടെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പാത്രങ്ങൾ കഴുകാനൊക്കെ കുറേ ഉണ്ടായിരുന്നു. അതെല്ലാം കഴുകിയൊക്കെ ഒതുക്കി കുറേ പണിയായിരുന്നു. അപ്പോൾ അപ്പവും പാലുമൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ച്. അപ്പം ഞങ്ങൾ 6 മണിയുടെ മാസിന് പോകുമ്പോഴത്തേക്ക് ഒരു 5:45 ഇറങ്ങും. അപ്പോൾ പപ്പ അത് തന്നെ കട്ട് ചെയ്ത് കഴിച്ചോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പപ്പ തന്നെയാണ് നമുക്ക് കട്ട് ചെയ്ത് തരേണ്ടത്. അപ്പോൾ പപ്പ ഞങ്ങൾ വന്ന് കഴിഞ്ഞിട്ട് മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പപ്പക്ക് ഉള്ളത് ഞാനവിടെ എടുത്ത് വെച്ച്. പിന്നെ ഒരു മാംഗോ ജ്യൂസ് വൈകുന്നേരം എല്ലാവർക്കും മാംഗോ ജ്യൂസ്, എല്ലാവർക്കും അല്ല, ഞങ്ങൾ 3 ആൾ കഴിച്ച്. റയൻ കഴിക്കൂലല്ലോ, ചായ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, മാംഗോ ജ്യൂസാണ് കഴിച്ചപ്പോൾ അതാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതേ പള്ളി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ റയനെ കൊണ്ട് ഞാൻ വീഡിയോ എടുപ്പിച്ച, കാരണം ഇനി ഞാൻ പള്ളിയിലേക്ക് പോകുമ്പോഴത്തേക്കും ഫോണും കൊണ്ട് പോകാറില്ല അങ്ങനെ. അപ്പോൾ പിന്നെ ഇവരുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വീഡിയോ എടുക്കുകയാണ് ചെയ്യണത്. റയൻ്റെയും റോജൻ്റെ കയ്യിൽ ഫോൺ ഉണ്ട്, എൻ്റെ ഫോൺ ഞാനങ്ങനെ എടുക്കില്ല. അങ്ങനെ അതേ പോകാൻ വേണ്ടി ഞങ്ങൾ 3 പേരും കൂടി തന്നെയാണ് പോകുന്നത്, ഞാനും റയനും റോജറും കൂടിയിട്ട്. അപ്പോൾ അവനെ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ കയറിയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവനും കൂടി കയറിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരും തന്നെ വൈറ്റ് കളറിലെ ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ക്രീം എന്നൊക്കെ പറയാൻ പറ്റിയ കളർ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒന്നില്ലെങ്കിൽ ബ്ലാക്ക് ഇടും, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ലൈറ്റ് ഷെയ്ഡുകളാണ്. കൂടുതലും ക്രീം വൈറ്റാണ് എല്ലാവരും തന്നെ ഇടുന്നത്. വൈറ്റ് എൻ്റെ കയ്യിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വൈറ്റ് ഇട്ടില്ല. പിന്നെ ഒരു 8 മണിയോടുകൂടിയാണ് നമ്മൾ തിരിച്ചു വന്നത് കേട്ടോ. എന്നിട്ട് പപ്പനെ കൊണ്ട് ഞാൻ ഈ ഒരു അപ്പം അങ്ങനെ കട്ട് ചെയ്യിച്ചതാണ്. അപ്പോൾ പപ്പ കഴിച്ചത് വെള്ളപ്പമായിരുന്നു. വെള്ളപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അരിപ്പൊടി ചേർത്തിട്ട് ഉണ്ടാക്കിയത്. അതിന് വേറെ നല്ലൊരു വെള്ള കളറാണ്, ഇത് കുറച്ച് ഡാർക്ക് കളറാണ്. അപ്പോൾ ഇതെന്തേ മാറ്റിയില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ ഇത് മാറ്റാതെ തന്നെ അതിനകത്തുനിന്ന് കോരിയെടുത്ത് കഴിച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്, അതായത് അത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അതെങ്ങനെ ഇത് മുങ്ങിപ്പോകാതെ എടുത്ത് അതങ്ങൾ മാറ്റണ്ടേ, മാറ്റിയിട്ട് വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞാൽ അത് കുഴപ്പമില്ല, ഇനി വന്നിട്ട് ഇനി വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് മാറ്റിയാൽ പിന്നെ അത് മാറ്റിയാന്ന് ചോദിക്കൂലേ, അതുകൊണ്ടാണ് മാറ്റാൻ ഞാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അപ്പവും പാലും ഒക്കെ വിളമ്പിയൊക്കെ ഞങ്ങൾക്ക് തന്നു. അപ്പോൾ റോജർ ഇത് ഒട്ടും തന്നെ തൊടില്ല കേട്ടോ. ഇപ്പം ശർക്കര മധുരം അങ്ങനെ റോജർ ഇപ്പോൾ കഴിക്കണില്ല. അപ്പോൾ അതുകൊണ്ട് റോജർ ഒരു പേരിനൊന്ന് കഴിച്ചെന്നേ ഉള്ളൂ. ഇപ്പം ഞാനും പപ്പയും കൂടിയാണ് ഇത് ഭൂരിഭാഗവും കഴിച്ച് തീർത്തായിട്ടാണ്. റയൻ ഒരു 2-3 പീസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അരി അരച്ചുണ്ടാക്കിയേക്കുന്ന അപ്പം കുറച്ച് ഹാർഡാണ്, മറ്റേ അരിപ്പൊടി ചേർത്തുണ്ടാക്കുന്ന അപ്പമാണ് കുറച്ചും കൂടി സോഫ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു അപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളങ്ങനെ ടേസ്റ്റും ഭംഗിയും
സോഫ്റ്റ്നെസ് ഒന്നും നോക്കാതെ കഴിക്കുന്ന പുളിയാത്തപ്പം പുളിക്കാൻ പാടില്ല, പുളിച്ചാലല്ലേ പൊങ്ങി വരുള്ളൂ. അപ്പോൾ പൊങ്ങാത്ത മാവ് വെച്ച് ഉണ്ടാക്കുന്ന അപ്പം തന്നെയാണ്, അതുകൊണ്ട് കുറച്ച് ഹാർഡായിട്ട് ഇരിക്കും. അപ്പോൾ റോജറിന് അവിടെ എന്തോ ഫോണിൽ എന്തോ കാര്യം വന്നിട്ട് റോജർ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ റോജർ വരുന്നതിന് മുമ്പ് തന്നെ പപ്പ വേഗം പപ്പയുടെ ഡ്യൂട്ടി അങ്ങോട്ട് ചെയ്ത് തീർത്തതാണ് ഈ കണ്ടത് കേട്ടോ. പപ്പ അങ്ങനെയൊക്കെയാണ്, വെയിറ്റ് ചെയ്യൊന്നുമില്ല. അപ്പോൾ അത് വേഗം അങ്ങോട്ട് ചെയ്ത്. അപ്പോൾ ഈ വെള്ള കളറിലിരിക്കുന്നത് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതും മറ്റേ ഡാർക്ക് കളറുള്ളത് അരി അരച്ചുണ്ടാക്കിയതുമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. നാളെ നമുക്ക് വീണ്ടും കാണാം.